നമസ്കാരം. ഗ്ലോബൽ റിപ്പോർട്ടറിന്റെ വാക്കി ടോക്കിയിലേക്ക് സ്വാഗതം. ഇന്ന് വാക്കി ടോക്കി ചർച്ച ചെയ്യുന്നത് കോൺഗ്രസിന്റെ ഇന്ത്യൻ രാഷ്ട്രീയത്തിലെ പ്രസക്തി എന്താണ് എന്നാണ്. എനിക്ക് സംസാരിക്കാം, പ്ലീസ്. പറഞ്ഞ എന്താ ജിൻചേട്ടൻ എന്തോ പറയാൻ വന്നിട്ടുണ്ട്? അല്ല ഞാൻ ഈ ചോദ്യങ്ങള് ആസാദിന്റെ ഭാഗത്ത് നിന്ന് നമ്മുടെ ഈ കോൺഗ്രസ് രാഷ്ട്രീയത്തിൽ നമുക്കൊരു തിരിച്ചുവരവിനുള്ള സാധ്യതയുണ്ടോ എന്നുള്ള ആ ഒരു ചോദ്യം ഞാൻ അതിലേക്ക് വരികയായിരുന്നു. അപ്പൊ അതായത് ഇപ്പൊ ഇന്ന് ശിവസേന ഒരു ഇത് പറഞ്ഞിട്ടുണ്ട്, ഇന്ത്യ സഖ്യത്തിന് എന്ത് പറ്റി, തെരഞ്ഞെടുപ്പിന് ശേഷം ഇന്ത്യ സഖ്യം കാണാനില്ല, ഇതെന്താ ജീവനോടെ ഉണ്ടോ എന്നുള്ളൊരു ചോദ്യം ശിവസേന ചോദിച്ചിട്ടുണ്ട്. അതുപോലെ തന്നെ അന്ന് തെരഞ്ഞെടുപ്പിന്റെ സമയത്തും കോൺഗ്രസ് ഒരു തെരഞ്ഞെടുപ്പിനെ മുന്നിൽ കണ്ടല്ല ഇതിലേക്ക് പോയത്. അതായത് ഒരു തെരഞ്ഞെടുപ്പിനെ മുന്നിൽ കണ്ട് പോകുന്നതിന് പകരം പാർട്ടിയുടെ സീറ്റുകൾ ഉറപ്പിച്ച് മുന്നോട്ട് പോകുന്ന രീതിയിലാണ് കഴിഞ്ഞ തെരഞ്ഞെടുപ്പിനെ നേരിട്ടതെന്ന് എനിക്ക് തോന്നുന്നു. അത് കഴിഞ്ഞ തെരഞ്ഞെടുപ്പിൽ ഓഫ് കോഴ്സ് കോൺഗ്രസിന് സീറ്റിന്റെ വർധനം ഉണ്ടായിട്ടുണ്ട്, മുൻപത്തെക്കാളും സീറ്റ് വർധനം ഉണ്ടായിട്ടുണ്ട്. പക്ഷെ ഒരു തെരഞ്ഞെടുപ്പ് രാഷ്ട്രീയത്തിൽ അധികാരം പിടിച്ചെടുക്കാൻ വേണ്ടി ചെറുകിട പാർട്ടികളെ കൂട്ടി നിർത്തുമ്പോൾ അവിടെ ഇവിടെയായി അതിന് ഒരു പറ്റാത്ത ഒരു സാഹചര്യം കോൺഗ്രസിൽ ഉണ്ടായി എന്ന് ഞാൻ പറഞ്ഞാൽ അനിൽജി എങ്ങനെ അതിനോട് പ്രതികരിക്കും? ഇതിനകത്ത് രണ്ട് കാര്യം. ഇവിടെ ഷിൻസ് പറഞ്ഞ ഒരുപാട് കാര്യങ്ങളോട് അതിശക്തമായ വിയോജിപ്പ്. ഒന്നാമത്തെ വിയോജിപ്പ് എന്ന് പറയുന്നത് കോൺഗ്രസ് അഴകുഴമ്പൻ നയം. അത് തെറ്റാണ്. കോൺഗ്രസിന്റെ നയത്തിനൊന്നും ഒരു കുഴപ്പമില്ല. കോൺഗ്രസ് എടുക്കുന്ന സുതാര്യമായ തീരുമാനങ്ങൾ തന്നെയാണ്. നിങ്ങൾ എത്ര ഉൾക്കൊണ്ടാലും ഓരോ വിഷയത്തിലും കോൺഗ്രസിന് തീരുമാനങ്ങളുണ്ട്. ആ തീരുമാനങ്ങൾക്ക് ഡിലേ വരുന്നു എന്നുള്ളതാണ്. ഒരു സഡൻലി വേണ്ട റിയാക്ഷൻ ജനം പ്രതീക്ഷിക്കും. കോൺഗ്രസിന്റെ സ്റ്റാൻഡ് എന്താണ് ഈ വിഷയത്തിൽ? ആ വിഷയത്തിൽ ഇന്ന് പറയേണ്ട കാര്യം ഒരു മാസം കഴിഞ്ഞിട്ട് പറഞ്ഞിട്ട് കാര്യമില്ല, അത് വർഷമായി കഴിഞ്ഞാൽ പറഞ്ഞിട്ട് കാര്യമില്ല. കോൺഗ്രസ് കിട്ടേണ്ട വിഷയങ്ങളിൽ കോൺഗ്രസിന് ഡിലേ ആകുന്നുണ്ട് എന്നുള്ളതാണ്. അല്ലാതെ പിന്നെ മൈനോറിറ്റി സ്പെഷ്യലായിട്ട് അങ്ങനെയാണെങ്കിൽ ഞങ്ങൾ ഈ തെരഞ്ഞെടുപ്പിൽ ജാതി സെൻസസ് മുന്നോട്ട് വെക്കേണ്ട കാര്യം. അത് ജാതി സെൻസസ് എന്ന് പറയുന്ന ആശയത്തോട് ചേർന്ന് നിൽക്കാൻ ഇപ്പൊ കേരളത്തിന്റെ നോക്കിയാൽ NSS അടക്കമുള്ള സ്ഥാപനങ്ങൾ എടുക്കാൻ നിലപാടാണ്. പക്ഷെ അവിടെ അതിന്റെ പ്രത്യാഘാതം മുന്നോക്ക ദളിത് വിഭാഗങ്ങൾ അനുഭവിക്കുന്ന സാമ്പത്തിക അരക്ഷിതാവസ്ഥ പരിഹരിക്കാൻ തന്റെ പൂർവ്വമുള്ള നട്ടത്തിലുള്ള നിലപാടാണ് ഇന്ത്യ സഖ്യം പ്രത്യേകിച്ച് കോൺഗ്രസ് മുന്നോട്ട് വയ്ക്കുന്നത്. ഞങ്ങൾ മൈനോറിറ്റിയെ ഫേവർ ചെയ്യാം. മൈനോറിറ്റിയെ ഫേവർ ചെയ്യേണ്ടി വരും. എന്തുകൊണ്ടാണ് മൈനോറിറ്റിയെ ഫേവർ ചെയ്യുന്നത്? മൈനോറിറ്റി എന്ന് പറയുന്ന വിഭാഗത്തിൽ എസ്പെഷ്യലി മുസ്ലിം കമ്മ്യൂണിറ്റി ഇന്ത്യയും പാകിസ്ഥാനും വിഭജിക്കുമ്പോൾ പാകിസ്ഥാനിൽ പോകാമായിരുന്നല്ലോ. അപ്പൊ ഇന്ത്യൻ ദേശീയധാരയിൽ ദേശീയ കാഴ്ചപ്പാടുകൊടുക്കുന്ന ആളുകൾ അവരെ വരത്തലായി കാണുന്നവരല്ല. അവര് നമ്മളെക്കാൾ വലിയ ആരം കൊടുക്കണമെന്ന് പറയുന്നില്ല. ഇപ്പൊ കേരളത്തിലെ മലപ്പുറത്തുള്ള ആളുകൾ കുറച്ച് ഗൾഫിലൊക്കെ പോയി പൈസയൊക്കെ ഉള്ളവർ കാണും. ഇന്ത്യയിലെ എല്ലാ മുസ്ലിങ്ങളും അങ്ങനെയല്ല, എല്ലാ സ്ഥലത്തും അങ്ങനല്ല. ഏറ്റവും ചെളിക്കുള്ളിൽ താമസിക്കുന്ന സാഹചര്യം വിദ്യാഭ്യാസമായി ഏറ്റവും പിന്നിൽ നിൽക്കുന്ന സാഹചര്യമുണ്ട്. അതുകൊണ്ടാണ് മൈനോറിറ്റിയുടെ അവകാശം എന്ന് പറയുന്നത് അവർക്ക് ആ പരിരക്ഷ കൊടുത്തത്. ക്രിസ്ത്യൻ കമ്മ്യൂണിറ്റിക്ക് മൈനോറിറ്റി പ്രൊട്ടക്ഷൻ കൊടുക്കുന്നത് അംഗബലം കുറവുള്ള ഒരു സമുദായത്തിന് അർഹതപ്പെട്ട ആനുകൂല്യങ്ങൾ കിട്ടാതെ വരുമ്പോൾ അത് കിട്ടാൻ വേണ്ടിയാണ് ഇന്ത്യൻ കോൺസ്റ്റിറ്റ്യൂഷൻ അത് വിവക്ഷിച്ചിട്ടുള്ളത്. അപ്പൊ വിവക്ഷിച്ചിട്ടുള്ള കോൺസ്റ്റിറ്റ്യൂഷന്റെ അടിസ്ഥാനത്തിൽ കോൺഗ്രസ് പാർട്ടി പോലെ ഒരു പാർട്ടിക്ക് കന്യാകുമാരി മുതൽ കാശ്മീർ വരെ പള്ളികളും മസ്ജിദുകളും ബുദ്ധവികാരങ്ങളും എന്ന വൈവിധ്യങ്ങൾ ഏറെയുള്ള ഒരു രാജ്യത്തെ ഒരേ കൺസെപ്റ്റോടുകൂടി നോക്കിക്കാണാൻ കഴിയുള്ളൂ. ഏതെങ്കിലും ഒരു പാർട്ടിക്ക് ജയിക്കാൻ വേണ്ടി ഏതെങ്കിലും ഒരു സമുദായത്തിന് വേണ്ടി കോൺഗ്രസ് പാർട്ടിക്ക് നിലപാടെടുക്കാൻ പറ്റില്ല. അപ്പം ഭൂരിപക്ഷ വികാരം ഒരു ജാതിയുമായി മതപരമായി ചിന്തിക്കുമ്പോൾ അവർ വ്യാഖ്യാനിക്കും. കോൺഗ്രസ് നേരിടുന്ന പ്രതിസന്ധി എന്താണെന്നറിയുന്നു. കോൺഗ്രസ് എല്ലാവരെയും ഉൾക്കൊള്ളാൻ ശ്രമിക്കുന്നുള്ളതും കോൺസ്റ്റിറ്റ്യൂഷന് വിധേയമായി പ്രവർത്തിക്കാൻ ശ്രമിക്കുന്നു, കോൺസ്റ്റിറ്റ്യൂഷനെ പ്രൊട്ടക്ട് ചെയ്യാൻ ശ്രമിക്കുന്നു എന്നുള്ളതാണ്. ഞങ്ങൾക്ക് നിലപാടില്ലായ്മ ഒന്നുമില്ല. കോൺഗ്രസ് പാർട്ടിക്ക് ഒരു നിലപാടില്ലായ്മയില്ല. ചിലപ്പോൾ എടുക്കുന്ന നിലപാടുകൾ തെറ്റിയിട്ടുണ്ടാവും, ഇല്ലാന്ന് ഞാൻ പറയുന്നില്ല. എടുത്ത നിലപാടുകളെല്ലാം ശരിയാണ് എന്നല്ല എന്റെ വാദം. ഒരുപക്ഷെ തെറ്റിയിട്ടുണ്ടാവും. നിലപാടുകൾ എടുക്കുമ്പോൾ തെറ്റാതിരിക്കാൻ പറ്റില്ല. കാരണം ചില തെറ്റലുകളാണ് പിന്നീട് തിരുത്തലുകൾക്ക് വഴിയൊരുക്കുന്നത്. പക്ഷെ എടുക്കുന്ന തീരുമാനങ്ങൾ കൺവേ ചെയ്യുന്നതിൽ, അത് പബ്ലിക്കിനെ ബോധ്യപ്പെടുത്തുന്നതിൽ, അത് ടൈംലി ചെയ്യുന്നതിൽ കോൺഗ്രസ് ലീഡർഷിപ്പിന് ചില സന്ദർഭങ്ങളിൽ പരാജയം സംഭവിച്ചിട്ടുണ്ട്. ഒരു ഉദാഹരണം ഞാൻ പറയാം. UPA 1ാം ഗവൺമെന്റ്, UPA 2ാം ഗവൺമെന്റ് ഇന്ത്യയിൽ ഏറ്റവും സമഗ്രമായ പരിവർത്തനത്തിന് നേതൃത്വം നൽകിയ ഗവൺമെന്റാണ്. ഞങ്ങൾ വിവരാവകാശ നിയമം കൊണ്ടുവരും, ഞങ്ങൾ ഭക്ഷ്യസുരക്ഷാ നിയമം കൊണ്ടുവരും, ഞങ്ങൾ ഈ ഭാരത് നിർമ്മാൺ പദ്ധതി വികസനത്തിന് വേണ്ടി കൊണ്ടുവരും,
ഇന്ത്യയിലെ ദേശീയ പാതകൾ മുഴുവൻ വികസിപ്പിക്കുന്നതിന്റെ ഭാഗമായി ആ ഭൂമി വിട്ടുകൊടുക്കുന്ന ആളുകൾക്ക് അർഹതപ്പെട്ട പിന്നെ കോമ്പൻസേഷൻ, അതായത് മാർക്കറ്റിൽ സാധാരണ നമ്മള് സർക്കാർ ഒരു കെട്ടിടത്തിന് വേണ്ടി പഞ്ചായത്തിന്, എക്സാമ്പിൾ ഞാൻ പറയാം, പഞ്ചായത്തിന് നമുക്ക് ഒരു 3 സെന്റ് സ്ഥലം വേണം. ആ 3 സെന്റ് സ്ഥലം ഈ ചർച്ചയിൽ പങ്കെടുക്കുന്ന ആരെങ്കിലും വിട്ടുകൊടുത്താൽ അതിന് 3 സെന്റിനുള്ള വിലയല്ല, ആധാരം എഴുതുമ്പോൾ ഒരു 6 കണക്കാക്കിയാണ് എഴുതുന്നത്. ഒരു 6 എന്ന് പറയുമ്പോൾ കാണിക്കേണ്ട വില മാത്രമേ സർക്കാരിന് കൊടുക്കാൻ കഴിയൂ. ദേശീയപാത വികസനത്തിന് അങ്ങനെ സ്ഥലം വിട്ടുകൊടുക്കില്ല ആളുകൾ. കാരണം ദേശീയപാതയ്ക്ക് അരികിൽ 10-15 ലക്ഷം രൂപ വരെയുള്ള ഭൂമി അവിടുത്തെ സർക്കാർ ആധാരം എഴുതുമ്പോഴുള്ള രജിസ്ട്രേഷൻ വാല്യൂ വെച്ച് എഴുതാൻ പറഞ്ഞാൽ അവർക്ക് 80,000 ഈ വസ്തു സർക്കാരിന് കൊടുക്കേണ്ടത് ആരും കൊടുക്കില്ല. ഇന്ന് കേരളത്തിൽ ദേശീയപാത വികസനത്തിന്റെ കാരണം എന്ന് പറയുന്ന ഡോക്യുമെന്റ്സിന് എടുത്ത കോമ്പൻസേഷൻ അവിടെ പൊതുവിപണി പെർ സെന്റ് കണക്കാക്കി വിൽക്കുമ്പോൾ എത്ര രൂപ വിലയുണ്ടോ നിർമ്മിച്ചത് കൊണ്ടാണ് ആ നിയമം നിർമ്മിച്ചു. ഇപ്പൊ 346 രൂപയാണ് പ്രതിദിന വേതനം ഒരു മഹാത്മാഗാന്ധി തൊഴിലുറപ്പ് തൊഴിലാളിക്ക്. 100 തൊഴിൽ ദിനം കേരളത്തിലെ ഓരോ പഞ്ചായത്ത് നിങ്ങൾ പരിശോധിക്കും, ഇന്ത്യയിലെ പഞ്ചായത്തുകൾ പരിശോധിക്കും. 100 തൊഴിൽ ദിനം കൊടുത്തു കഴിഞ്ഞാൽ പിന്നെ 346 വെച്ച് 34,600 രൂപ. എന്താ ജോലി ഞാനൊന്നും പറയേണ്ട കാര്യമില്ല. വഴിയിലിരുന്ന് കഥ പറയുന്നതാവും, കരിയിൽ പറക്കുന്നതാവും, കയർമാറ്റിടുന്നതാവും, അത് കട്ടിയുള്ള. അപ്പൊ അത് ചെയ്യുന്നവർക്ക് 100 തൊഴിൽ ദിനം 34,000. ഇവിടെ പെൻഷൻ കേരളത്തിലെ 3ാമത്തെ മുഖ്യമന്ത്രി വരുന്നത് വാർദ്ധക്യ പെൻഷൻ, പിന്നീട് ക്ഷയരോഗ പെൻഷൻ പദ്ധതികൾ കൊണ്ടുവന്നത് നമ്മൾ. ഇന്ന് വാർദ്ധക്യകാല പെൻഷനും വിധവ പെൻഷൻ കിട്ടുമായിരുന്നെങ്കിൽ 3,200 രൂപ കിട്ടണമായിരുന്നു ഒരാൾക്ക്. പിണറായി വന്നതിന് ശേഷഗതി ചെയ്തു, ഒരു വീട്ടിൽ ഒരു പെൻഷൻ, അപ്പൊ 1,600 ആക്കി. ഈ 1,600 ആക്കിയിട്ട് പോയി ഉമ്മൻചാണ്ടി ഇത് പ്രോപ്പറായി കൺവേ ചെയ്യേണ്ടതാണ്. നമ്മുടെ സംഘടനാ സംവിധാനം കൺവേ ചെയ്യണ്ടേ? ഇപ്പം ഇവര് പറയുന്നു നിങ്ങളെല്ലാവരും വിദേശ രാജ്യങ്ങളിൽ ജീവിക്കുന്നവരാണ്, നിങ്ങൾ ടി വി കാണുന്ന ഒരു പരസ്യം ഞാൻ പറയാം. എയർപോർട്ടിൽ വന്നൊരു സ്ത്രീ ഇറങ്ങുന്നു, നേരെ കരിക്കടയിൽ ചെല്ലുന്നു, സ്കാനർ കാണിക്കുന്നു, അവിടെ അത് കഴിഞ്ഞ് ഫ്രൂട്ട്സ് കടയിൽ ചെല്ലുന്നു, ഫ്രൂട്ട്സ് കട, പിന്നെ തുണിക്കടയിൽ ചെല്ലുന്നു. നിങ്ങൾ കണ്ടിട്ടില്ല? ഡിജിറ്റൽ ഇന്ത്യ, നരേന്ദ്രമോദിക്ക് കാര്യം ഡിജിറ്റൽ ഇന്ത്യ. ഡിജിറ്റൽ ഇന്ത്യ എന്ന് പറയുന്ന സംവിധാനത്തിന്റെ ബേസ് എന്താണ്? ബേസ് എന്ന് പറയുന്ന ആധാർ കാർഡാണ്. നമ്മുടെ അക്കൗണ്ടുകൾ ലിങ്ക് ചെയ്തത് ആധാർ കാർഡ് വഴിയാണ്. ആധാർ കാർഡ് വഴി ലിങ്ക് ചെയ്തുകൊണ്ടാണ് ഗ്യാസ് കണക്ഷൻ ഉള്ള വീട്ടമ്മമാർക്ക് അല്ലെങ്കിൽ വീട്ടിലെ ആളുകൾ സബ്സിഡി അക്കൗണ്ടിലേക്ക് ചെയ്യുന്നത്. ആ അക്കൗണ്ട് വന്നതുകൊണ്ടാണ് ഇപ്പൊ നമുക്ക് ഈസി ആയിട്ട് ലിങ്ക് ചെയ്യാൻ പറ്റും നമ്മുടെ ആധാർ കാർഡ് വെച്ചിട്ട്. ഈ ആധാർ കാർഡിൽ കൊണ്ടുവന്നത് ഡോക്ടർ മൻമോഹൻ സിംഗാണ്. എന്തായിരുന്നു പ്രതിപക്ഷത്തിന്റെ നിലപാട്, CPM-ന്റെ നിലപാട്, BJP-യുടെ നിലപാട്? ആധാർ കാർഡ് വന്നപ്പോൾ ഗ്യാസ് കണക്ഷൻ ബാങ്കുമായി ലിങ്ക് 4 പേര് തലയാകി വീണതിന്റെ പേരിൽ ആളുകളെ ദ്രോഹിക്കുന്നു എന്നൊരു ക്യാമ്പയിൻ നടത്തി ഗവൺമെന്റിനെതിരായി. പക്ഷെ ഇന്ന് ഈ ഗൂഗിൾ പേയും ഫോൺ പേയും പേടിഎമ്മും വർക്ക് ചെയ്യുന്നു, ഈ മുഴുവൻ വരുന്നു. സീറോ ബാലൻസ് അക്കൗണ്ട് ഓപ്പൺ ചെയ്യുന്നു. ഡോക്ടർ എന്ന് പറയുന്ന കരുത്തനായ ദീർഘവീക്ഷണമുള്ള പ്രധാനമന്ത്രിയുടെ തീരുമാനമാണ് ഇത്. ഞാൻ ഈ ചർച്ചയിൽ പറഞ്ഞു, ഇതൊക്കെ കോൺഗ്രസ്സുകാർ ജനങ്ങളോട് പറഞ്ഞു, പ്രോപ്പറായി ഇത് കമ്മ്യൂണിക്കേറ്റ് ചെയ്തു. അതാണ് പ്രശ്നം. നാടൻ ഭാഷയിൽ ഞാനൊരു കാര്യം പറയാം. നമ്മുടെയൊക്കെ വീടുകളിൽ പണ്ട് കോഴി വളർത്തും. ഇപ്പൊ എല്ലാ വീട്ടിലും ഒന്നും ഉള്ള കാര്യമല്ല. കോഴിയുണ്ട്, പൂങ്കോഴിയുണ്ട്. പൂങ്കോഴി വിരുന്നുകാർക്ക് വിഭവമാവും, ഇല്ലേ? പിടകോഴിയോ മുട്ടയിട്ട് വീട്ടിലുള്ളവർ പൊക്കി അറിയിക്കണം. കോൺഗ്രസ് പാർട്ടി കഴിഞ്ഞ 60 ആണ്ടുകൾ ഇന്ത്യയെ സൃഷ്ടിച്ചെടുത്ത രീതിയും സാഹചര്യങ്ങളും കൊണ്ടുവന്നിട്ടുള്ള പദ്ധതികളും ടൈംലി വീടാന്തരം പറയുന്നതിൽ കോൺഗ്രസ് സംഘടനാ സംവിധാനമോ കോൺഗ്രസ് കേഡറുകളോ പരാജയപ്പെട്ടു. പ്രവർത്തകരുടെ വീഴ്ചയാണ്, നേതൃത്വത്തിന്റെ കൃത്യമായ ദിശാബോധം നൽകുന്നതിനുള്ള വീഴ്ചയാണ്. അവിടെയാണ് BJP-യുടെ എൻട്രി. ആ BJP-യുടെ എൻട്രി എന്താ? അവർ ജാതി പറയുന്നു, മതം പറയുന്നു, അവര് പൗരത്വ നിയമം പറയുന്നു, അവർ കാശ്മീർ പദവി പറയുന്നു, അവർ വഖഫ് ബില്ല് പറയുന്നു. അവർ ഇത് മാത്രമാണ് പറയുന്നത്. അവർ ചർച്ച ബില്ല് പറയുന്നു. അവരെന്തുകൊണ്ട് ഒരു വികസനത്തെ കുറിച്ച്, ഒരു തൊഴിലവസരം കൊണ്ട് കൊടുക്കുന്നതിനെ കുറിച്ച് ചർച്ച ചെയ്യുന്നില്ല? അവരെന്തുകൊണ്ട് ഈ നാടിന്റെ ഡെവലപ്മെന്റിന് വേണ്ടി വരുന്ന പുതിയ പാക്കേജുകളെ കുറിച്ച് ചർച്ച ചെയ്യുന്നില്ല? അപ്പൊ അവരൊരിക്കലും ചർച്ച ചെയ്യുന്ന ഇവരുടെ വിവരാവകാശ നിയമവും തൊഴിലുറപ്പ് പദ്ധതിയും ദേശീയാരോഗ്യ സുരക്ഷാ ഇൻഷുറൻസും ആധാർ കാർഡും ഡിജിറ്റൽ ഇന്ത്യയും സീറോ ബാലൻസ് അക്കൗണ്ട് ഡോക്ടർ മൻമോഹൻ സിംഗ് കൊണ്ടുവരുമ്പോൾ അതിന്റെ ഖ്യാതി പേര് മാറ്റി അവരെടുക്കാൻ ശ്രമിക്കുകയാണ്. ട്രൈനിൽ പൊളിച്ചെടുക്കേണ്ടത് കോൺഗ്രസ് ഇടങ്ങളാണ്, അത് കേഡറുകളാണ്, സൈബർ ഇടങ്ങളിൽ അടക്കം ചെയ്യണം. അവിടെയാണ് രാഹുൽ ഗാന്ധി അല്ല, രാഹുൽ ഗാന്ധിയാണ്, ഇന്ദിരാഗാന്ധി മുസ്ലിമാണ്, മൈനൂയാണ് എന്ന് പറഞ്ഞ് ഫാബ്രിക്കേറ്റഡ് സ്റ്റോറികൾ ഇന്ന് പുതിയ കാല പ്രചരണ സംവിധാനങ്ങൾ ഉപയോഗിച്ചുകൊണ്ട് യാതൊരു ഭേദവും ഇല്ലാത്ത കാര്യങ്ങൾ നമ്മുടെ വാട്സപ്പിലൊക്കെ മനസ്സിലാക്കും. ഇപ്പം കേരളത്തിൽ നടക്കുന്ന ഏറ്റവും പ്രൈം ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള പ്രശ്നമാണ് മിനിമം വിഷയം എന്താ?
മുൻപ് വിഷയത്തിൽ വ്യത്യസ്തമായ കൺസെപ്റ്റ് എല്ലാവർക്കും ഉണ്ടാവും. പക്ഷെ കേരളത്തിൽ കുടിയൊഴിക്കൽ എന്ന് പറയുന്ന ഭീഷണി നിൽക്കുന്ന ആളുകളെ കുടിയൊഴിപ്പിക്കാതിരിക്കാൻ, അവിടെ താമസിക്കുന്ന ആളുകൾക്ക് കരം കൊടുക്കാൻ, അവരുടെ വസ്തു അവരുടെ ഓണർഷിപ്പിലേക്ക് വരാൻ എന്താണ് ചെയ്യുന്നത്? ഒറ്റ കാര്യം ചെയ്താൽ മതി. കേരള ഗവൺമെന്റ് ഇപ്പോൾ വെച്ചിട്ടുള്ള നിസാർ കമ്മീഷൻ റിപ്പോർട്ട് അച്യുതാനന്ദനും പാലോളി മുഹമ്മദ് കുട്ടിയും ഇടതുപക്ഷ മുന്നണി ഗവൺമെന്റ് വെച്ച കമ്മീഷൻ കണ്ടെന്ന് പറഞ്ഞിരിക്കുന്നത്. കമ്മീഷൻ റിപ്പോർട്ട് നാളെ രാവിലെ എത്തിയാൽ കേരള ക്യാബിനറ്റ് ഉത്തരവിട്ടാൽ പിറ്റേ ദിവസം അവർക്ക് ഞാൻ ചെയ്യുന്നില്ല. ഇതൊന്നും മനസ്സിലാക്കാതെ കോൺഗ്രസ് 9 വർഷമായി കേരളത്തിൽ പ്രതിപക്ഷത്തിരിക്കുന്ന കോൺഗ്രസ്, 11 വർഷമായി ഇന്ത്യയിൽ പ്രതിപക്ഷത്തിരിക്കുന്ന കോൺഗ്രസ് ആണ് ഇവിടെ മതന്യൂനപക്ഷങ്ങളെ ഭരിക്കുന്നവരല്ലേ പരിഹരിക്കുന്നത്. അപ്പൊ ഞങ്ങൾക്ക് നിർദ്ദേശങ്ങൾ വെക്കാൻ ഞങ്ങൾക്ക് അധികാരമില്ല. 10 മിനിറ്റിലേക്ക് അധികാരം മുൻപ് വി.ഡി. സതീശൻ കേരളത്തിന്റെ പ്രതിപക്ഷ നേതാവ് പറഞ്ഞു, 10 മിനിറ്റ് ഞങ്ങളെ ഭൂമി എന്ന് പറയും. CPM നടക്കുന്നില്ല. CPMന്റെ ആവശ്യം അവിടെ മതസംഘർഷം ഉണ്ടാകണം, മുസ്ലിം ക്രിസ്ത്യൻ വൈരമാളി കത്തണം. അങ്ങനെ വൈരമാളി കത്തിക്കുമ്പോൾ അതിൻ്റെ അകത്ത് വരുന്ന സഹായിക്കുമെന്ന് BJP ഒരു കുന്തോ സഹായിക്കത്തില്ല, ഒരു കുന്തോ സഹായിക്കത്തില്ല. BJPക്ക് സഹായിക്കാൻ പറ്റത്തില്ല. അവരിപ്പോ അവതരിപ്പിച്ച ബില്ല് പ്രകാരവും മുൻപ് വിഷയത്തിൽ സഹായിക്കാൻ പറ്റില്ല. അപ്പൊ അങ്ങനെ സഹായിക്കാൻ പറ്റാതെ വരുമ്പോൾ കുറച്ചു പേരെങ്കിലും എന്നൊക്കെ പറഞ്ഞ് വേളം വെച്ച് ഈ പറയുന്ന കോൺഗ്രസിന്റെ നെഞ്ചത്തോട്ട് കയറി ചെയ്യാത്ത കുറ്റത്തിന്റെ പേരിൽ ഒരു വിഭാഗം ആളുകൾ വർഗീയത, അത് മറ്റൊന്നുകൂടി മനസ്സിലാക്കും. എല്ലാ ക്രിസ്ത്യൻ പേരുകളിലും വരുന്ന വീഡിയോ വാട്സപ്പ് ഗ്രൂപ്പുകളിൽ നമുക്ക് അവൈലബിൾ ആണ്. പക്ഷെ ഞാൻ വിശ്വസിക്കുന്നത് 10-8 വീഡിയോകളും ചെയ്തു വരുന്നത് ക്രിസ്ത്യൻ പേരേ ഉള്ളൂ, ഒറിജിനലി അയാൾ ഹിന്ദുവാണ്. മുസ്ലിം ക്രിസ്ത്യൻ വൈരാഗ്യം ഉണ്ടാകും. മുസ്ലിം നമ്മളിൽ നമ്പർ എടുത്തതിന് ശേഷം ഒരൊറ്റ സെക്കൻഡ് ക്രിസ്ത്യൻ കമ്മ്യൂണിറ്റിയുടെ പേരിലുള്ള ആളുകളുടെ പേരിൽ തിരിച്ച് മുസ്ലിമിനെതിരായിട്ട് വ്യാപകമായി സൈബർ ഇടങ്ങളിൽ, വ്യാപകമായി വാട്സപ്പിൽ, ഇൻസ്റ്റയിലെല്ലാം പ്രചരിപ്പിക്കുക. ഈ പ്രചരണം തിരിച്ചറിയുന്ന അതാത് സമുദായത്തിൽപ്പെട്ടവരാണ്. മുസ്ലിം കമ്മ്യൂണിറ്റി തിരിച്ചറിയണം. മുസ്ലിം കമ്മ്യൂണിറ്റിക്കെതിരെ വരുന്ന 10 ആരോപണങ്ങൾ, 6 ആരോപണം ഉന്നയിക്കുന്ന ക്രിസ്ത്യൻ പേരേ ഉള്ളൂ, അത് ഹിന്ദുക്കളാണെന്ന് തിരിച്ചറിയണം. ക്രിസ്ത്യൻ കമ്മ്യൂണിറ്റിക്കെതിരെ വരുന്ന 10 ആരോപണങ്ങളിൽ 6 മുന്നോട്ട് വയ്ക്കുന്നത് ഹിന്ദുക്കളായിട്ടുള്ള മുസ്ലിം നാമധാരികളാണെന്ന് മനസ്സിലാക്കണം. ആ ചതിവ് മനസ്സിലാക്കണം. ഇത് ആളിക്കത്തിയാലുള്ള ലാഭമാണ്, ആളിക്കത്തിയാലുള്ള ലാഭമാണ്. ഇപ്പൊ പിണറായി വിജയൻ പോയി SNDP ജനറൽ സെക്രട്ടറി വെള്ളാപ്പള്ളി പിന്തുണ പ്രഖ്യാപിച്ചു. മുസ്ലിം കമ്മ്യൂണിറ്റി എതിരായി നിൽക്കുമ്പോഴും എന്തുകൊണ്ട് പോയി, ആ കമ്മ്യൂണിറ്റി പേടിക്കാതെ എന്തുകൊണ്ട് പിണറായി വിജയൻ പോയി എന്ന രാഷ്ട്രീയം നമ്മൾ മനസ്സിലാക്കണം. ആ രാഷ്ട്രീയത്തിന് ഇമ്പാക്ട് ഉണ്ട്. ഞാൻ തുറന്നു പറയുന്നു, എനിക്ക് അതിനകത്ത് ഒരു ഭയവുമില്ല പറയാൻ. പിണറായി വിജയൻ എടുത്ത പൊളിറ്റിക്സ് എന്ന് പറയുന്ന ഈ സന്ദർഭത്തിൽ ഏറ്റവും നല്ല പൊളിറ്റിക്സ് ആണ് CPM-നെ സംബന്ധിച്ചിടത്തോളം. അത് ആശയത്തോട് ചേർന്ന് നിൽക്കുമ്പോൾ പ്രത്യയശാസ്ത്രത്തിന് നിരക്കുന്നതാണോ എന്ന് ചോദിച്ചാൽ ഇടതുപക്ഷ പ്രത്യയശാസ്ത്രത്തിന് നിരക്കുന്ന മതനിരപേക്ഷ നിലപാടല്ല, പക്ഷേ വോട്ട് കിട്ടാനുള്ള നിലപാടാണ്. വോട്ട് തെരഞ്ഞെടുപ്പിൽ അനിവാര്യമാണ്. ഇന്ത്യയിൽ ഏക സംസ്ഥാനമാണ് CPM ഈ ഭരിക്കുന്ന കേരളം. ആ കേരളത്തിൽ ഭരണം കിട്ടണമെങ്കിൽ അവിടുത്തെ ബിഗ് മൈനോറിറ്റി കമ്മ്യൂണിറ്റി ബേസ് വോട്ടായ ഈഴ വോട്ട്, നിങ്ങൾക്കറിയാമല്ലോ, ശോഭാ സുരേന്ദ്രൻ അറിയാം, ഈഴ വോട്ടിന്റെ ഷിഫ്റ്റിംഗ് കൃത്യമായി പിണറായി വിജയന് മനസ്സിലായി. അപ്പൊ ആ ഈഴ വോട്ട് 1000 വോട്ട് 2000 വോട്ട് അല്ല ഒരു അസംബ്ലി മണ്ഡലത്തിൽ തിരിച്ചു അവർ സെയിം സോണിലേക്ക് മുസ്ലിം കമ്മ്യൂണിറ്റിയെ സംബന്ധിച്ചിടത്തോളം അവരെന്ത് ചെയ്യും? BJP എതിർക്കാൻ വേണ്ടി തൽക്കാലം പിണങ്ങി നിന്നാലും സമയമാകുമ്പോൾ 2% വോട്ടെങ്കിലും CPM-ന് കിട്ടുമെന്ന് CPM-ന് അറിയാം. ഇവിടെ സംഭവിക്കുന്ന മൂന്നാമത്തെ പ്രത്യാഘാതം, മുൻപില്ലാത്ത പ്രത്യാഘാതം, ക്രിസ്ത്യൻ കമ്മ്യൂണിറ്റിയുടെ വോട്ട് ഇന്നലകളിൽ കോൺഗ്രസ് 1% എങ്കിലും BJP-യിലേക്ക് തെറ്റിദ്ധാരണകളുടെ പേരിൽ പോകും. അപ്പൊ തലയും വാലും ഉടലും പോകുന്ന അവസ്ഥയിലിരിക്കുമ്പോൾ ഈ സാമൂഹിക യാഥാർത്ഥ്യം കോൺഗ്രസ് പഠിക്കണം. ഈ യാഥാർത്ഥ്യം കോൺഗ്രസ് പഠിച്ചാൽ മാത്രമേ കോൺഗ്രസ് തിരിച്ചു വരാൻ പറ്റൂ. ജനം കോൺഗ്രസിനൊപ്പം, ജനം UDF-നൊപ്പം, ജനം CPM-നും BJP-ക്കും എതിരാണ് കേരളത്തിൽ. ഞാൻ വീട് കയറിയിട്ടുള്ള ആളായിരുന്നു. ഞാൻ കൈനകരി പോലെ CPM-ന് ഉരുക്ക് കോട്ട, അതായത് വെള്ള ഷർട്ടും കൊണ്ട് ചെന്നാൽ അവനെ അടിക്കുന്ന കോൺഗ്രസ്സുകാരനാണെന്ന് പറഞ്ഞ് അടിക്കുന്ന സ്ഥലമാണ്. വോട്ട് ചെയ്യാൻ കോൺഗ്രസിന്റെ മണ്ഡലം പ്രസിഡന്റ് താൻ അങ്ങോട്ട് പോകണ്ട, ഞാൻ ചെയ്തിട്ടുണ്ട്, തന്റെ ജോലി ഞാൻ അവിടെ പൂർത്തിയാക്കിയിട്ടുണ്ടെന്ന് പറയുന്ന മാർക്സിസ്റ്റുകാരുള്ള സ്ഥലമാണ് കൈനകരി. ഞാൻ ആ കൈനകരി അവരുടെ കോട്ടയിൽ പോയി 2 വാർഡിൽ 600 വീട് 500 വീട് മനസ്സിലായിട്ടുണ്ട്. ഞാൻ എന്റെ അനുഭവ ബോധ്യത്തിന്റെ അടിസ്ഥാനത്തിൽ നമ്മളെ സ്വകാര്യ ചർച്ചയിൽ ഞാൻ പറഞ്ഞത്, തെരഞ്ഞെടുപ്പിന് മുമ്പ് ശേഷം വരുന്ന 10 മാസത്തിനകം 10 ദിവസവും കോൺഗ്രസ്സുകാരൻ ഏത് നേതാവായ അവന്റെ കാര്യങ്ങൾ കൺവിൻസ് ചെയ്യാൻ തിരിച്ചു വരുവാണ്. പറഞ്ഞ മനസ്സിലായോ? അപ്പൊ ആ കാര്യം ഇവിടെ നിങ്ങൾ പറഞ്ഞു, ഷിൻസാന്ന് ഒന്ന് പറഞ്ഞത് കരുണാകരന്റെ ഞാൻ നിഷേധിക്കുന്നില്ല, ആന്റണിയുടെ വിധി ഞാൻ നിഷേധിക്കുന്നില്ല. എപ്പോഴെങ്കിലും തിരിച്ചറിയണം, പുതിയ നേതൃത്വമില്ല എന്ന് പറഞ്ഞാൽ നിങ്ങളെ ഞാൻ പൂർണ്ണമായി തള്ളിക്കളയാണ്.
ഇന്നത്തെ നേതാക്കൾ, ഓരോ നേതാക്കളുള്ള നേതാക്കൾ വേറെ ഏത് പാർട്ടിയിലുണ്ട്. ശശി തരൂർ പൊട്ടൻഷ്യലിൽ, AC വേണുഗോപാൽ പൊട്ടൻഷ്യലിൽ, നിയമസഭാ തെരഞ്ഞെടുപ്പ് വിജയിച്ചോന്നും ജനബന്ധമില്ലാതെ പിന്നെ 3 തവണ നിയമസഭയിൽ 3 തവണ പാർലമെന്റിൽ ജയിച്ചു വരുന്നവൻ ജനബന്ധമില്ലെന്നിട്ടാണോ AC വേണുഗോപാൽ ജയിച്ചു വരുന്നത്? അപ്പം ജനബന്ധമുള്ള, ജനങ്ങളുടെ പൾസറിൽ നേതാക്കളുണ്ട്. പ്രശ്നം അതല്ല. പ്രശ്നം എന്ന് പറയുന്നത് AK ആന്റണിയും അതുപോലെ ഏകോപിപ്പിക്കുന്നതിൽ തുടർന്ന് വന്ന നേതൃത്വം പരാജയപ്പെട്ടുകൊണ്ട് നിങ്ങൾ പറഞ്ഞ ഏറ്റവും ജനകീയ ക്യാപ്ചർ ആയിട്ടുള്ള, ഞാൻ ഓപ്പൺ ആയിട്ട് പറയുകയാണ്, ഉമ്മൻചാണ്ടി സാറും രമേശ് ചെന്നിത്തലയും വന്നതിന് ശേഷമുള്ള കാലഘട്ടത്തിൽ നാളെ ആരെന്നോട് പറഞ്ഞാലും ഞാൻ ഒന്നും അല്ലാതെ പോയാലും ഞാൻ തുറന്നു പറയുകയാണ്, അതിനുശേഷം കേരളത്തിലെ സോഷ്യൽ എഞ്ചിനീയറിംഗിൽ നമുക്ക് വീഴ്ച പറ്റിയിട്ടുണ്ട്. അവരുടെ തെറ്റല്ല. ഒരുപക്ഷെ അവരെല്ലാവരും മുൻകാല പോലെ ഇവരെല്ലാം വന്നുകൊള്ളും, നമ്മുടെ കൂടെയാണ് ഇവിടുത്തെ നായ, ഇവിടുത്തെ ഈഴവ, ഇവിടുത്തെ ക്രിസ്ത്യൻ, ഇവിടുത്തെ മുസ്ലിം എല്ലാം നമ്മളോടൊപ്പം നിന്നോളും. കാരണം നമ്മൾ നന്മയിലേക്ക് ചെയ്യുന്നു. ഒറ്റക്കാലിൽ നിന്ന് 24 മണിക്കൂറും പാവപ്പെട്ട ആളുകൾക്ക് ചികിത്സിക്കാൻ പൈസ കൊടുക്കുമ്പോൾ ഈ വന്ന് പണം മേടിച്ചുകൊണ്ട് പോകുന്ന ലക്ഷക്കണക്കിന് ആളുകൾ നമ്മളോടൊപ്പമാണെന്ന് ഉമ്മൻചാണ്ടി സാർ വിചാരിച്ചാൽ തെറ്റുപറ്റാൻ പറ്റും. അദ്ദേഹം സ്നേഹിച്ചിരുന്നോ? അതൊക്കെ ഓടുന്നുണ്ട് ആളുകൾ സഹായിക്കുന്നത്. പക്ഷെ കാണേണ്ട കാര്യം, ഒരുപാട് ഓടുന്നതിന് പ്രസംഗിക്കുന്നതിലും അല്ല കാര്യം, പ്രോപ്പറായി ജനങ്ങളിലേക്ക് വക്രീകരിച്ച് അനിൽജി അവർ 10 ദിവസം കള്ളം പറയുന്നത് ഒരു സമൂഹത്തിൽ ഒരു ദിവസമെങ്കിലും ഡയറക്റ്റ് വീട് വീടാൻ തരത്തിൽ സത്യം പറയാൻ നമ്മൾ പറയുന്ന കേൾക്കാവോ? പറയുന്നത് പറഞ്ഞാൽ മതി, അതൊന്നും പറയാം. ഇല്ല, നമ്മള് പറയുന്നതിന്റെ കാര്യത്തില് ഒരു രാഷ്ട്രീയ കോൺഗ്രസിന്റെ ഒരു നേതാവ് എന്ന നിലയിൽ, ഈ തെരഞ്ഞെടുപ്പിൽ കോൺഗ്രസിന്റെ ഒരു നേതാവ് എന്ന നിലയിൽ പറയുന്ന കാര്യങ്ങൾ കഴിയുന്ന എല്ലാ അവസ്ഥയും കൊണ്ട് ജയിക്കാൻ കഴിയുന്ന എല്ലാ ജനം തയ്യാറാണ്. ഈ തെരഞ്ഞെടുപ്പിൽ UDF ജയിക്കും. ഈ തെരഞ്ഞെടുപ്പിൽ കോൺഗ്രസിനും മാർക്സിസ്റ്റ് പാർട്ടിയുടെ വലിയൊരു പറഞ്ഞ ക്രിസ്ത്യൻ വോട്ടിന്റെ ഷിഫ്റ്റ് ഇന്ന് മാനേജ് ചെയ്യാൻ പറ്റുന്നത് CPM വിരുദ്ധ വോട്ട് കൊണ്ട് വോട്ട് ചെയ്ത് ബാലൻസ് ചെയ്തോളൂ. ഈ പറഞ്ഞ വോട്ടിംഗ് പാറ്റേണിലൊക്കെ മാറ്റം, മുന്നണി ചില മാറ്റഘട്ടങ്ങൾ വരണം. UDFന്റെ മുന്നണി കോൺഗ്രസിന്റെ ഒരു നേതാവ് എന്ന നിലയിൽ അങ്ങ് പറഞ്ഞ കാര്യങ്ങളിൽ ഞങ്ങൾക്ക് യാതൊരു വ്യത്യാസമില്ല. കോൺഗ്രസിന്റെ ലീഡർഷിപ്പിന് യാതൊരു കുറവുമില്ല. ലീഡേഴ്സ് അണികളുമായിട്ട് ബന്ധത്തെ കുറിച്ച് മാത്രമാണ് നമ്മൾ പറഞ്ഞത്. പിന്നെ ഒരു പോയിന്റ് അനിൽജി ഇതിനകത്ത് ശ്രദ്ധിക്കേണ്ട കാര്യമുണ്ട്. കോൺഗ്രസ് ന്യൂനപക്ഷങ്ങളെ മാത്രം പറഞ്ഞതിന്റെ കാരണം നോർത്ത് ഇന്ത്യയില് കോൺഗ്രസിൽ നിന്ന് മുസ്ലിങ്ങളുടെ വോട്ടുകൾ നഷ്ടപ്പെട്ടു, പിന്നോക്ക വിഭാഗങ്ങളുടെ വോട്ടുകൾ നഷ്ടപ്പെട്ടു. കോൺഗ്രസിന് ഇന്ത്യക്കാരായിട്ട് കാണാൻ പറ്റണം. ഇത് കാലഘട്ടത്തിലാവുകയാണ്. പക്ഷെ അവിടെയാണ് പൊതുസമൂഹത്തിൽ ഒരു ചിന്താഗതി, എന്തുകൊണ്ട് കുറെ വിഭാഗങ്ങൾക്ക് നിങ്ങൾ ഒരു ന്യൂനപക്ഷ പ്രീണനം നടത്തുന്നു എന്ന് തോന്നൽ വരുന്നതിന്റെ കാരണം എന്നാ? നമുക്ക് സൂപ്പർഫിഷ്യലായിട്ട് ഈ പറഞ്ഞ രീതിയിലൊക്കെ പാർട്ടിയുടെ അവലോകനം എന്ന രീതിയിൽ നമുക്കിത് വിശ്വസിക്കാം. പക്ഷേ അതുകൊണ്ട് കോൺഗ്രസിന് ഇന്ത്യ എന്ന് പറയുന്ന രാജ്യത്ത് എല്ലാ ആൾക്കാരെയും തുല്യമായി കാണാൻ പറ്റുന്ന രീതിയിലുള്ള പ്രവർത്തനങ്ങളാണ്. കാരണം ന്യൂനപക്ഷ വോട്ടുകൾ നഷ്ടപ്പെട്ടു പോയിട്ടാണല്ലോ പാർട്ടിക്ക് ഭരണം പലയിടത്തും പോയിട്ടുള്ളത്. നേതാക്കളുടെ ബാഹുല്യം കോൺഗ്രസിനകത്ത് കഴിവുള്ള നേതാക്കളുണ്ട്, മറ്റു പാർട്ടികളെ അപേക്ഷിച്ച് നല്ല ലീഡർഷിപ്പ് ഉണ്ട്. പക്ഷെ ആ ലീഡർഷിപ്പിന്റെ അണികളുമായിട്ടുള്ള ബന്ധം കാലക്രമേണ ഒരു 10-25 വർഷത്തെ നമ്മളൊക്കെ ഈ പാർട്ടിക്കകത്ത് പ്രവർത്തിച്ച് വന്നിട്ടുള്ള കാലഘട്ടം തൊട്ടിട്ട് ഇപ്പം നോക്കുമ്പോൾ അറിയാം, ഇപ്പം ചേഞ്ച് വരുന്നുണ്ടായിരിക്കും. ഇപ്പൊ ഒരു ഉമ്മൻചാണ്ടിയെ പോലെയോ കെ കരുണാകരനെ പോലെ അവരെക്കാളും കഴിവുള്ള നേതാക്കൾ ഇനിയും രൂപപ്പെട്ടു വരും. പക്ഷെ പാർട്ടിക്ക് എല്ലാ ജനവിഭാഗത്തെയും ഒന്നിച്ച് കാണേണ്ട രീതിയിൽ അണികളെ കാണണം, അല്ലെങ്കിൽ ഈ ഇന്ത്യയിലെ സമൂഹത്തെ കാണണം എന്നുള്ളതാണ് ഞങ്ങൾ പറഞ്ഞതിന്റെ കാരണം. ആ ന്യൂനപക്ഷ പ്രീണനം എന്ന് അതിന്റെ അർത്ഥം പാർട്ടി വിശദീകരിക്കുമ്പോൾ അനിൽജി പറഞ്ഞ പോയിന്റിൽ കറക്റ്റ് ആണ്. പക്ഷെ നമ്മൾ പുറത്തു നിന്ന് കാണുമ്പോൾ അതിന്റെ അകത്ത് വേറെ കാര്യങ്ങളുണ്ട്. ഇപ്പം ഈ വഖഫ് പോലെയുള്ള കാര്യങ്ങൾ നിങ്ങൾ പറഞ്ഞതിന്റെ അകത്തൊക്കെ ഡിഫറെന്റ് അഭിപ്രായം ഉണ്ട്. അങ്ങ് ഒരു അഡ്വക്കേറ്റ് ആണ്, അതുകൊണ്ട് തന്നെ പറയാണ്. കാരണം ഒരു പ്രശ്നത്തെ പരിഹരിക്കാനായിട്ട് പല ക്രിസ്ത്യൻ ഹാൻഡിലുകളും കൈകാര്യം ചെയ്യുന്നത് സംഘപരിവാർ സംഘടനകളാണെന്ന കാര്യത്തെ കുറിച്ച് നല്ല ബോധ്യമുണ്ട്. കാരണം അങ്ങനെ അനവധി സംഘടനകൾക്കകത്ത് ഞങ്ങളൊക്കെ അംഗങ്ങളാണ്. ഇപ്പൊ ഷാജനും ഞങ്ങളൊക്കെ അംഗങ്ങളാണ്. ഞങ്ങൾക്കറിയാം ഈ കാലക്രമേണ നടക്കുന്ന ഷിഫ്റ്റ് എന്നാന്നും. അപ്പൊ ഒരു കാത്തലിക് ഗ്രൂപ്പ് എന്ന് പറഞ്ഞ് ഫേസ്ബുക്കിൽ ഒരു പേജ് കൈകാര്യം പച്ചക്കറിയാണ് ആ ഗ്രൂപ്പിൽ വിളിക്കുന്നത്. ഒരു ക്രിസ്ത്യൻ വാല്യൂ കീപ്പ് ചെയ്യുന്ന ഒരു ഗ്രൂപ്പിലും ആ രീതിയിലുള്ള എഴുത്തുകൾ വരും. അപ്പൊ ആ എഴുത്തിന്റെ പുറകിൽ എന്നാന്നുള്ളത് കാര്യം ക്രിസ്ത്യൻസിന് നന്നായിട്ട് മനസ്സിലാവും, വിദ്യാഭ്യാസമുള്ളവർക്ക് മനസ്സിലാവും, മലയാളികൾക്ക് മനസ്സിലാവും. പക്ഷെ നമ്മുടെ ഒരു ചോദ്യം,
കോൺഗ്രസ് പാർട്ടിക്ക് ഇന്ത്യയിൽ തിരിച്ചു വരണമെങ്കിൽ ഈ കേരളത്തിലുള്ള ഈ ഒരു രാഷ്ട്രീയം അല്ലെ കേരളത്തിന്റെ ആംഗിളിൽ ഈ പൊളിറ്റിക്സിനെ കണ്ടാൽ മതിയാവോ എന്നുള്ളതാണ് നമ്മൾ ഇതിന്റെ ആദ്യം തൊട്ടൊരു ചോദ്യത്തിൽ വന്നേക്കണത്.